സാമ്പാർ പൊടി. സാമ്പാറില്ലാതെ എന്തൂണ്, നെയ്യാറില്ലാതെ എന്ത് സാമ്പാർ. അപ്പൊ അതങ്ങനെ തീരുമാനിച്ചുല്ലേ? അതേതായാലും നന്നായി. ഓക്കും തന്നെ വയസ്സ് കുറച്ചായതല്ലേ. ഇത് കഴിഞ്ഞിട്ട് വേണം ആർക്കും വേണ്ട ഒരു കല്യാണമൊക്കെ നോക്കുക. പിന്നെ നോക്കാം, ഇതാണ് കഴിയട്ടെ. അല്ല കാക്കോടുക്ക് പോയത് കോഴിക്കോട്ടേക്ക് മരുന്നിന് പോയതാണ്. അനക്ക് ഇച്ചള്ളല്ലേ അതിനാ മൂലക്കുരുവിന്റെ സോക്കടേ ഇപ്പൊ നേറിയിക്കണ്. അതിന് പോയതാണല്ലേ? എന്നാ പിന്നെ കാക്കാക്ക് ഓപ്പറേഷൻ ചെയ്തൂടെ? ഇത് കൊറേ കാലായി ഇത് ഇങ്ങനെ കൊണ്ടടക്കണ്. അതിനടാ അത് ആ ഒച്ചപ്പാടുണ്ടാക്കുന്ന തന്നെയുള്ള ആ പുറമേക്ക്. അതിന് വല്ല സൂക്കടായാലേ വലിയ പേടിയാണ്. ഏതായാലും ഞാനേ നിക്കാഹ് പോലെ പെരിച്ചങ്ങനെ നടത്താന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് പറയാനപ്പ നിങ്ങളത്തേക്ക് പോണത്. കാക്ക ഇങ്ങനെ എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് വരെ കാക്കാനൊന്നും തീരുമാനമായിട്ടില്ല. ഇന്നാളത് ഇവിടെ വന്ന് പറഞ്ഞു പോയതിന്റെ ശേഷേ എന്തോരം ഒച്ചപ്പാടേന്ന് വെച്ചിട്ടാ ആ പള്ളി കമ്മിറ്റിക്കാരേറ്റും കൂടിക്കണ്. പിന്നെ അതിന്റെ ഇടയിൽ ആരെയാവെന്ന് പോകാൻ വിളിച്ചു. എന്റെ പടച്ചോനെ എന്തോര് തെറിയെന്ന് ഇവിടെ വെച്ചിട്ടാ ഞാൻ എത്തേലും പറഞ്ഞാൽ ഇന്നോടും തുടങ്ങി ഞങ്ങായി ചാടല്. എന്താ കാക്ക ഇങ്ങനെ ഈ സ്വഭാവം എടുത്താല്? പ്രായം കൊടുത്തോളം കാക്ക സ്വഭാവം മോശമാണ്. എല്ലാരും നന്നാവുകയാണ്. അത് മോനെ നന്നാവൂല. ഞാനേ കുട്ടികളെ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ. അതിനുണ്ടല്ലോ 4 ആള് കൂടുന്നിടത്ത് വലിയ ആളാണ്. അതിന് പെരിയിലായാലും സഭയിലായാലും എവിടെ ആയാലും. ഞാൻ ഇവിടെ വന്നുകാട് പരിപാടി പറഞ്ഞ കാര്യേ കാക്കാരല്ല കേട്ടോ. ഞാനൊന്നും പറയാൻ പോണില്ല. എൻ്റെ പേരനെ പറയുന്നത് നേറേണ്. അതല്ല ആരൊക്കെ നിൽക്കാന് പോകണത് ഉറപ്പിച്ച്? നമ്മളെ ഭാഗത്തൊന്നും ആരുമില്ല. നിൽക്കാരും വിളിച്ചാനും ഇല്ലല്ലോ. ഓലെ പെരിയിൽ വെച്ചുകാണ്ട് ഓല് കുറച്ചാൾക്കാരെ കൂടി കൂടിക്കാണ്ടേ ആ നിക്കാണ് നടത്തുന്നത്. പിന്നെ പള്ളി കമ്മിറ്റിക്കാരോട് ഞാനേ കാക്കാനെ അറിയിക്കണ്ടെന്ന് പറഞ്ഞു. അമ്മായിയുടെ കുട്ടി വിഷമിക്കേണ്ട. ഇജ്ജ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണല്ലോ. കാക്കാന്റെ കാര്യം എന്ന് വെച്ചാൽ അത്ര കാര്യാക്കണ്ട. വലൈക്കും സലാം. ഞാൻ ഇങ്ങനെ തെരഞ്ഞേ പെരി പോയിന്നു. അപ്പൊ നിങ്ങൾ ബേക്കറിക്ക് സാമാനം വാങ്ങാൻ പോകുന്ന ഞാൻ ഈത്തപ്പഴം കഴിഞ്ഞിരുന്നു. ഞാനത് വാങ്ങാൻ വന്നതാ. പക്ഷെ ഞാൻ വിചാരിച്ച സാധനം ഇവിടെ ഇല്ല. നല്ലത് കിട്ടണെങ്കിലേ ടൗണില് പോണം. ഇച്ചി പിന്നെ ഗൾഫ് നേരം വരുമ്പോഴൊക്കെ തരും. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങലില്ല. ഇച്ചേ ചെക്കന്മാര് വരുമ്പോ 8-10 കിലോ കൊണ്ടുവരലാണ്. അപ്പൊ അത് കഴിഞ്ഞതുകൊണ്ട് ഇറങ്ങിയതാണ് ഞാൻ പെരി പോയിന്നതേ അമ്മ പെങ്ങളെ ചെക്ക ഉണ്ടല്ലോ, ഓൻ ദേമാതിരി ഓനെ പെങ്ങള് കല്യാണക്കാരും പറഞ്ഞിരുന്നു. അതെ ആ ചെക്കണ്ടല്ലോ സലാമേ 5 നിസ്കാരി പള്ളിക്ക് ജമാഅത്തിനുണ്ടാവും. പിന്നെ വലിയൊരു ഈ കോലക്കുള്ള ആൾക്കാരൊപ്പം നടക്കണമെന്നും കാണില്ല. നല്ല ചെക്കനാണ്. അപ്പോ പിന്നെ ഞമ്മക്കിപ്പോ അതെ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. ഞാന് കുഴപ്പമില്ലെങ്കിൽ അതെ നടത്തി കൊടുക്കണേ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എത്തപ്പോ നിങ്ങള് അവിടെയും ഇവിടെ തൊടാതെ ഒരു മുങ്ങിക്കൊണ്ടൊരു വർത്താനം. ഞാൻ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞെന്താ, നിങ്ങളോട് പറഞ്ഞതിനൊരു ചേരുണ്ടല്ലോ, അതുകൊണ്ടാണ്. നല്ല ചെക്കനാണ്. ഒഞ്ചൊക്കെ നിസ്കാരേ ഓൻ പള്ളികൾക്ക് വന്ന്. അതുകൊണ്ടാണ് ഞാൻ അതിങ്ങനെ താല്പര്യം എടുത്ത് പറഞ്ഞത്. ഓന് നിസ്കാരം നോൻപൊക്കെ ഉണ്ടാവും. ഓൻ തറവാടില്ല, അതുകൊണ്ട് അത് നടക്കൂല. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ പുതുതായിട്ട് നമ്മളെ ഇസ്ലാമിക്ക് വന്നൊരാളല്ലേ, ഒന്നും കൂടി ഒന്ന് വാങ്ങി ആലോചിച്ചൂടെ? ഇച്ചൊന്നും ആലോചിക്കാനും പിടിച്ചാനൊന്നുമില്ല. ഇങ്ങക്ക് ഈ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞേറ്റിക്കാണ്ടേ നിങ്ങൾ ഈ കോൽമ കുത്തി നടക്കണ്ട. മോലേരോടും പറഞ്ഞാലേ പിന്നെ ഉമ്രാജിനെ എതിർക്കാതെ നിന്നാലേ കാലാകാലം നിങ്ങൾക്ക് ഈ മഹലിന് ജോലി ചെയ്തു പോവാം. ഞാനൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നിൽക്കാണ്ട് അവിടെ കിടക്കുകയാണ്. നിങ്ങൾ എന്തിനാ കാക്ക എന്നോട് വരാൻ പറഞ്ഞു? എന്നോട് ഞാൻ എന്ന് വരാൻ പറഞ്ഞിരിക്കണു. ഒന്ന് ഫോൺ വിളിച്ചാൽ എനിക്ക് എടുക്കാൻ ഒഴിവില്ല, വർത്താനം പറയാൻ നേരമില്ല. ഞാൻ വരാൻ പറഞ്ഞാലോ അത്രയും ഒഴിവില്ല എനിക്ക്. കാക്ക കൂട്ടിയിരിക്കാനായ 2 പേരന്റെ അർജന്റ് പണി ഉണ്ടായിരുന്നു. അപ്പൊ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ പോയി എടുത്തുകൊണ്ടൊക്കെയാണ് തീർത്തതാണ്. അതാ ഞാൻ വരാൻ വൈകിയത്. ഇനിയിപ്പോ ബഗ്ഗി വന്നു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. കജണ്ടൊക്കെ കഴിഞ്ഞില്ലേ,
നെജിട്ടോ കുട്ടിയേലി വാരി പറഞ്ഞ അവസ്ഥയിലപ്പോ എന്തൊക്കെ കാക്കങ്ങൾ ഈ പറയണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. എനിക്ക് ഇനി ഒന്നും മനസ്സിലാവില്ല. ആ കണ്ണായ സ്ഥലേ ആ റോഡ് വക്കത്ത് നല്ല ഔത്തർച്ചി കണ്ടം, അത് അതിരൊക്കെ ഇട്ട് 7.5 സെന്റ് സ്ഥലേ അന്റെ വാപ്പ സലാമിനാണ്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തക്കുണല്ല. ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അതാപ്പ നിങ്ങൾ ഈ പറയേണ്ടത്. അതൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. അതിപ്പോ ഓനൊരു പെരണ്ടാക്കാൻ അപ്പൊ കൊടുത്തല്ലോ കാക്ക. ആ അപ്പൊ ഇജ്ജു എന്റെ തള്ളി ഇത് അറിയാത്ത കേടൊന്നുമല്ല, പൊട്ടം കളിച്ച് നടക്കുകയല്ലേ. എനിക്കിപ്പോ ഇവിടെ പേരേറ്റിന്റെ പറഞ്ഞ് കീപ്പാടത്ത് ആ വെള്ളക്കുണ്ടിലോ ആദ്യം ബാപ്പാനോടെ ഒരു തോണി വാങ്ങി തരാൻ പറയാം. അവിടെ പെരേറ്റിട്ടുണ്ടെങ്കിൽ പെരേക്ക് എങ്ങനെ പോവുക? 4 മഴ ചെയ്താല് തോണി തൊഴിഞ്ഞ് പോണ്ടി വരും. കാക്ക വള്ളക്കുണ്ടിൽ എന്തായാലും പെരാറ്റാൻ കജൂല. അവിടെ കുറച്ച് മണ്ണ കെട്ടുകാണ്ട് പൊന്തിച്ചിട്ട് പിന്നെ തറപ്പണി തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടത്. അബ്ബാസെ ആ വെള്ളക്കുണ്ടിൽ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രങ്ങാനും ഒരു പൈസ വേണം. ഒരു പെരന്റെ പൈസ അവിടെ ചെലവാക്കണം. ഇവിടെ ഇപ്പൊ അതൊന്നും വേണ്ട. തറപ്പണിയാണ് തുടങ്ങി, പെരപ്പണിയാണ് തുടങ്ങാം. ഒരു കുഴപ്പമില്ല ഇവിടെ. ഈ സ്ഥലത്തിന്റെ കാര്യം കാക്ക ഇങ്ങനെ പറയണ്ട. അത് ഇപ്പാന്റെ അടുത്ത് തന്നെ സലാമിനൊരു പെരമാണെന്നാണ് കണ്ട് ഇപ്പൊ അവിടെ സ്ഥലം കൊടുത്തതാണ്. ഇന്നോടൊക്കെ ചോദിച്ചിരുന്നു, ഞാൻ എന്നെ സമ്മതം മൂളിയതാണ്. ഇനിയിപ്പോ എന്തിനാ ഞമ്മ ആ വർത്താനം ഇങ്ങനെ പറയേണ്ടത്? വളർത്തുമോന് കാലിന്റെ ചോട്ടന്നെ പെര, സ്വന്തം മോനായ അനക്ക് കണ്ണെത്താ ദൂരത്ത്. എന്ത് സ്നേഹം എന്റെ ബാപ്പാക്ക് മക്കളോട്. കാക്ക പേരുണ്ടാക്കുമ്പോഴേ ബാപ്പാന്റെ ഇമ്മാന്റെ എത്തുന്നേ കുറച്ച് വിട്ടുപോയി പെരാറ്റാണ് നല്ലത്. എന്നാലേ ബാപ്പാക്കും ഉമ്മാക്കുവേ മക്കളോടൊരു സ്നേഹം കൂടുതൽ ഉണ്ടാവുള്ളൂ. എത്തുള്ളവരോട് അത്ര സ്നേഹം ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവൂല. ആ ഇത് ബാപ്പാന്റെ സ്നേഹവും കാത്തിങ്ങനെ ഇരുന്നോ. എന്റെ തള്ളനോട് ഞാൻ പറഞ്ഞു, എന്റെ അമ്മായിനോട് ഞാൻ അവിടെ പോയി പറഞ്ഞു, ഇപ്പൊ എന്നോട് പറഞ്ഞു. വല്ല കാര്യമുണ്ടതിന്? വളർത്തുമോനെ ബാപ്പ ഔട്ടിലിട്ട് അങ്ങനെ വളർത്തിക്കോട്ടെ. മാനും പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ അതൊക്കെ ഒരു പുല്ലുവിലയാണ്. ഇതിനൊക്കെ നിങ്ങൾ ഖേദിച്ചേണ്ടി വരും. മാനുമാണ് ഈ പറയേണ്ടത്. അന്നൊന്ന് കാണാൻ നിൽക്കുകയാണ് ഞാൻ. ഇതിന്റെ പെങ്ങളെ കുട്ടിക്ക് കല്യാണം ഉണ്ടാക്കാൻ നടക്കുകയാണല്ലേ? ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതിനിപ്പോ എന്തേ? ഇന്റെ തറവാട്ടിൽ അത് നടക്കൂല. ആ സലാമിനെ കൊണ്ട് തീരെ നടക്കൂല. രക്തപ്പ ജി പറയേണ്ടത്. എന്റെ സലാം ഒരു മുസ്ലിം അല്ലേ? ഏതോ കൊങ്ങുന്ന ചെക്കനെ കൊടുക്കാണ്ട് മതം മാറ്റിക്കാണ്ട് ഇന്റെ കുടുംബത്തിൽ തള്ളി കേട്ടണ്ട. ഞാനത് തീരെ സമ്മതിക്കൂല. അതിന് എന്റെ സമ്മതം ആർക്കാ വേണ്ടത്? ഓളാങ്ങളി സമ്മതിച്ചേക്കണു. ഇച്ച അത് മതി. ആര് പറഞ്ഞു സമ്മതിച്ചേക്കണോന്ന്? ഇമ്മറാജ് ഒരു ഭാര്യയോട് വരച്ചാല് അതിന്റെ അപ്പുറത്തേക്ക് ആ കൂട്ടാല് രണ്ടോട് പോകൂല. അതൊക്കെ എന്റെ ഒരു തോന്നലാണ്. എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് എന്നുള്ളൊരു ഉങ്കാണ് എനിക്ക്. എന്റെ ഒപ്പം ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഉണ്ട്. എന്റെ ഒപ്പം ഒരു മാനസം നിൽക്കൂല. എത്ര ഇജ്ജ് പറയണ്ടേ? ഇന്റെ ഒപ്പം ആരും ഉണ്ടാവില്ലെന്നോ? ഞങ്ങൾ ഇവിടുത്തെ പഴയ തറവാട്ടുകാരാണ്. ഞങ്ങളെ പേരിന്ന് കഞ്ഞുടിച്ചോലാണ് ഇവിടെ ഉള്ളൊരു മുഴുവൻ. ഖിലാഫത്ത് കാലത്ത് ഇവിടെ ഉള്ളവരെ രക്ഷപ്പെടുത്തിക്കുന്നത് ഞങ്ങളാ. എന്റെ തറവാടിന്റെ മഹിമൊന്നും വല്ലാതെ വലുത്തണ്ടമ്മറെ. എന്റെ 5-8 തലമുറ ബാക്ക് കൊണ്ട് ചിന്തിച്ചു നോക്കോണ്ടി. എന്റെ സലാമിന്റെ മാർക്കന്നെ ഇക്കാരാ ഓലും. ഞാൻ മര്യാദക്ക് പറയാണ് ബീരാനെ, ഇതെങ്ങാണ് ഇജ്ജ് നടത്തിയാലേ ഇജ്ജ് 2 കാലം ഇവിടുന്ന് നടക്കൂല. ഇജ്ജ് എനിക്ക് കജ്ജിന്റെ മാറി നോക്കേ, എനിക്ക് കജ്ജിന്റെ മാറി ഞാനും നോക്കും. നമ്മൾ കാണാൻ നോക്ക എന്നെ മെയ്തിയും കണ്ടിരുന്നു. ഓൻ്റെ തേപ്പ് എടുക്കണം എന്നുള്ളത് ഇപ്പത്തെ ഒരു പണി എടുക്കാത്തത്. മെയ്തി എന്നെ കണ്ടിരുന്നു. ഓന്റെ അന്ത്രോന്റെ പെന്റെ തേപ്പല്ലേ, അത് നമുക്ക് എടുക്കാം. അതിന്റെ മുന്നേ സാജിപ്പാന്റെ തീർക്കാണ്ട്. അതൊക്കെ തീർത്തിട്ട് നമുക്ക് എടുക്കാച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത്. ഷാജിപ്പാന് കജ്ജാനായില്ലേ? അവിടെ ഇനി ഒരാഴ്ചത്തെ തേപ്പും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ പണി ഉണ്ടാവില്ല. അജ്ജ ഏറ്റെടുത്തോ? ഓനോട് ഞാൻ പറഞ്ഞേക്കണു 1 നാളായിട്ട് വന്നോക്കാന്നുള്ളത്. ഏതായാലും പോയി നോക്കട്ടെ, കരാറ് പറയണം. അല്ല അബ്ബാസ്, ഞങ്ങള് രണ്ടാളും കൂടി ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുക. നിങ്ങൾ പോണില്ലേ? എവിടേക്ക് പോണ്ട കാര്യം അമ്മ പറയണേ? അനക്കേ നിക്കാതിന് തുണിയും കുപ്പായൊന്നും എടുക്കണ്ടേ? അത് ഞങ്ങൾ രണ്ടാളും കൂടി വൈകുന്നേരം പോയി എടുത്തോളാം അമ്മ. അതൊന്നും പറ്റൂല. ആ പെണ്ണിനും ഡ്രസ്സ് എടുക്കാനല്ലേ. ഉമ്മുട്ടിനും സൂറാബിനും കൊണ്ടേക്കോളി. നിങ്ങൾ എല്ലാരും കൂടി പോയിക്കോളി. ഞാൻ പോരുന്നില്ല. അതിനെ പറ്റിയൊന്നും അറിയില്ല. എന്നാ അമ്മ നിങ്ങളും പോര്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുക്കാലോ? ഞാൻ പോരുന്നില്ല. ഡ്രസ്സ് ഇവിടെ അത്യാവശ്യത്തിനുണ്ട്. ഇച്ചോട്ടങ്ങൾ വേങ്ങും വേണ്ട. ഉമ്മ ഡ്രസ്സ് കൊണ്ടേ കൊടുക്കാൻ ആരൊക്കെ പോകണമെന്നുള്ളത് തീരുമാനിച്ചേക്കണോ? ഇവിടുന്ന് സൂറാബി ഉമ്മുട്ടി ഉണ്ടാവും. പിന്നെ സൂറാബിന്റെ നാത്തൂനില്ലേ, അവൾ അപ്പുറത്തന്നെ അല്ലേ, ഓളോടൊന്ന് പറയണം. പിന്നെ നമ്മളെ ബിന്ദുവിനോടൊന്ന് പറയണം. പിന്നെ അസ്കറിന്റെ സുലൈഖാനോടും. അപ്പം അഫ്സത്തിനോടൊന്ന് പറയണ്ട അപ്പുറത്ത്. ചോള ഓർമ്മയില്ലായിട്ടൊന്നല്ല. ഇപ്പൊ അടുത്ത ഒരു ദിവസം ഓലോടെ മുടിയാഴ്ചല് കഴിഞ്ഞല്ലോ. ഓളെ പേരക്കുട്ടിന്റെ ചുറ്റോട് ചുറ്റുള്ള ആൾക്കാരോട് മുഴുവൻ പറഞ്ഞു. നമ്മളോട് മാത്രം പറഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല. എന്നാ ഒരു ഇറച്ചിപ്പൊതിയാലും ഓള് കൊടുന്നേരണ്ടേ, അതും കൊടുന്നീല. ഇപ്പൊ ഒരു ദിവസം ഓളെ പോയി ഇവിടെ അന്ന് കാണിച്ച് എനിക്കീറ്റേ അത് പറഞ്ഞീന്ന് ഓളോട്. അതിന് ശേഷം ഓൾക്കൊരു മുണ്ടാട്ടം തന്നെ ഇല്ല. ഉമ്മ നിങ്ങൾ ഓലോട് ഇങ്ങനെ പറഞ്ഞാളേ. നിങ്ങൾ ഓല മാറിയാവോ? ഓല സ്വഭാവം അങ്ങനെ തന്നെ അല്ലേ? ഈ അടുത്തിരുന്ന് കണ്ട് ഓരോ ഇതിലാക്കണ്ട നിങ്ങൾ കേട്ടോ.
അവിടെ നിൽക്ക്. എന്താ പോയിന്റ് ഓൻ പറ്റിച്ചില്ലേ? ഓനെ പറ്റിയിട്ടില്ല, അവൻ വേറെ നോക്കാനാ പറയുന്നുണ്ട്. എന്താ ഓന് പറ്റാത്ത? എന്താ പെണ്ണിനുള്ള കുഴപ്പം? ഇജുപ്പോ പെണ്ണിനെ കണ്ടതല്ലേ? മറക്കാരക്കാ ചൊർക്കില്ല എന്നാണ് പറഞ്ഞത് ഓന്. എന്ത് ചൊറുക്കുള്ളൊരു പെണ്ണാണത്? അത് ഓന് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാല് ഓന്റെ ചൊറുക്കൊന്ന് കണ്ണാടിയിൽ നോക്കാൻ പറയും. മറക്കാരക്കാ നിങ്ങളെ വെച്ചൊന്നും നേക്കാക്കി തരുന്ന നേക്കാക്കണയും കൂക്കാക്കണയും പരിപാടിയൊന്നും നിന്നിരുന്നില്ല. അനക്ക് വേണമെങ്കിൽ കെട്ടിക്കോ. എനിക്ക് ആര് കെട്ടിയാലും എന്റെ കമ്മീഷൻ കിട്ടിയാൽ മതി. നേക്കാ അങ്ങ് പോടട്ടാ, ഞാൻ വിളിക്കാം കേട്ടാ. വിളിക്കണേ പെട്ടെന്ന് വിളിക്കണം. ആയിക്കോട്ടെ. ആ കുട്ടിനെ വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കാതെ. ആ എവിടുന്ന് ചേർന്നു? ഞാൻ ആ സുലൈമാനെ ഗൾഫിൽ നിന്ന് വന്നേക്കണേ, ഓനെ കാണാൻ വേണ്ടി പോകണം. ആ ഓൻ വന്നേക്കണോ? ഞാൻ പണ്ട് മുമ്പ് വാട്സപ്പിൽ ഒരു മൊബൈൽ കൊണ്ടുവരാൻ വേണ്ടി കിട്ടിയെന്ന് പറഞ്ഞു. ഓൻ്റെ അടുത്തൊന്ന് പോണം. നിങ്ങൾ ഓനോടെ മൊബൈൽ ചോദിച്ചൊന്നും പോകണ്ട, ഓൻ തീരെ സുഖമില്ലാണ്ട് പോന്നാണ്. അങ്ങനെ? ആ എന്നാ പിന്നെ സോക്കടൊക്കെ മാറിയിട്ട് പോകാം, അതാ നല്ലത്. അല്ലാണ്ട് പെങ്ങളെ കല്യാണം പറഞ്ഞു വെച്ചാൽ എന്തായി? അത് സലാമിനായിട്ട് നടത്താൻ തീരുമാനിച്ചേക്കണേ. എടാ മരക്കാരാക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്, ഞമ്മക്കതൊരു ഉത്തമമുള്ള കല്യാണമല്ല കേട്ടോ. ഓന് എന്തൊക്കെ മാറാരോഗങ്ങളുണ്ട്, അറിഞ്ഞോലൊന്നും പുറത്ത് പറയുകയാണ്. എനിക്ക് കിട്ടിയ വിവരം കാക്കാൻ്റെ കുട്ടിയോട് പറഞ്ഞു എന്നുള്ളൂ. അതിന് ഒഴിഞ്ഞു മാറലാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ അറിവിലേ ഓനൊരു സോക്കടില്ല. ആരെങ്ങോട് ഇതൊക്കെ പറഞ്ഞേ? എന്നോട് പറയാനേ ഓനൊരു ബാപ്പാകാനുള്ള കഴിവില്ല. അതൊക്കെ നീന്റെ പുറത്താണ്. എന്നോടിത് വിശ്വസിക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എന്നോടിത് പറയില്ല, നടന്നു പോയിക്കോട്ടെ വിചാരിച്ചു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്റെ പെങ്ങളെ ഓനെക്കൂടെ കെട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ സുലൈമാന്റെ പെരേക്ക് പോരണമെങ്കിൽ പോരി. ഞാൻ സുലൈമാന്റെ അടുത്തൊന്നും പോരുന്നില്ല. ഓൻ സുഖമില്ല വന്നാലേ സോക്കടൊക്കെ മാറട്ടെ. എനിക്ക് വേറൊരു പാർട്ടിക്ക് പെണ്ണ് കാണിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയച്ച് കേതിക്കൂട്ടോ. ആയിക്കോട്ടെ. പടച്ചോനെ, ഈ കല്യാണമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഉമ്മറാജ് എന്നെ വെടിവെച്ചല്ലോ. അയാൾക്കാണെങ്കിൽ പൗതി പിരാന്തുമാണ്. എന്നാ പറഞ്ഞ മാതിരി ചെയ്യേ, ഇന്ന് വൈകുന്നേരം തന്നെ വരണം കേട്ടോ. ശരി, ഞാൻ പോയടാ. ഞാൻ എന്നൊന്ന് കാണാൻ വിചാരിച്ചു. എന്താ ബസ് ഇവിടെ ഇൻവെർട്ടറിന്റെ ബാറ്റിന്റെ ഒക്കെ കടയില്? ഞാൻ പേരിലെ ഇൻവേർട്ടറേ 10 രൂപ കൊല്ലായിക്കണു. അപ്പോൾ അത് പുതിയ വെക്കാൻ വേണ്ടി അവനോട് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇതെന്തെന്നെ കാണാന്ന് പറഞ്ഞു? ഞാനടാ ലീവ് കഴിഞ്ഞ് പോവാനായിക്കണോ. ഞാൻ അന്ത്രോന്റെ പെരപ്പണി പൗതിയായി കിടക്കണം. ഇനിയിപ്പോ തേക്കാണ്ട് അതൊന്ന് വന്നു നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിരുന്നു. ഞാനവിടെ ധൃതി പണിയിലാണ്. ഇജ്ജ് പറഞ്ഞ ഓർമ്മയില്ലായിട്ടല്ല. ആ സാജിപ്പാന്റെ ആ ബിൽഡിങ്ങിന്റെ തേപ്പന്നെ കഴിഞ്ഞിട്ടില്ല. പിന്നെ വേറൊരു പെരയും കൂടി ഉണ്ട് തേക്കാനും. അത് കഴിഞ്ഞിട്ട് ഞാനേ സൗകര്യം പോലെ വന്നിക്കാണ്ട് ഞാൻ കരാറ് പറഞ്ഞുതരാം. അതിനൊന്നും നേരമില്ലാന്ന്. ഞാൻ 4 ദിവസം കൊണ്ട് പോവേ. പിന്നെ ഏൽപ്പിച്ചാൾ ഇപ്പാനെയാണ്. മൂപ്പരപ്പ അതിനൊന്നും ആകിട്ട് കാര്യമില്ല. എന്നാ ഞാനേ നാളെയും കഴിഞ്ഞ് മറ്റന്നാളും വരാം. നാളെ നമ്മളെ സലാമിന്റെ നിക്കാഹ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഇപ്പൊ നടക്കുള്ളൂ. സലാമിന്റെ നിക്കാവോ? അതാ കുഞ്ഞോന്റെ പെങ്ങളെ കൊണ്ട് പറഞ്ഞിരുന്നു. ഓന്റെ അമ്മോനല്ലേ ഇടച്ചില് നിന്നിരുന്നു. അത് റെഡിയായോ? ആ കല്യാണം തന്നെയാണ്. അതൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഇപ്പൊ അയാൾ അറിയാതെ അതാണ് നടത്തുകയാണ്. നമ്മളെ പള്ളി സെക്രട്ടറി അനീഫാജി ഉണ്ടല്ലോ, മൂപ്പരെ പരിഹരിച്ചുകാണ്ട് നാളെ രാവിലെ ഒരു ചെറിയ നിക്കാഹ് ഉണ്ട്. ഏതായാലും നിക്കാഹേ ഹയറായി നടക്കട്ടെ. എന്റെ നമ്പർ അതിന്റെ അടുത്തുണ്ടല്ലോ. കഴിഞ്ഞിട്ടാണ് വന്ന് വിളിക്ക് കേട്ടോ. എന്നാ പിന്നെ ഞാനായിട്ട് പോട്ടെ. ഞാനുണ്ടടാ അങ്ങാടിയിലെത്താം.